ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു അസറ്റായിരിക്കും. വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് നഷ്ടം വരാൻ തീരെ സാധ്യത കുറഞ്ഞിട്ടുള്ള 3 ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പരിചയപ്പെടുന്നത്. എന്നാൽ അത്യാവശ്യം റിട്ടേണും ഉണ്ട്. ഒരു വർഷത്തെ റിട്ടേണൊക്കെ 50% മുകളിലാണ്. വിവിധ കാറ്റഗറിയിലുള്ള 3 ETF-കളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സ്ഥിരമായിട്ട് നമുക്ക് 2000 രൂപ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാം അല്ലെങ്കിൽ സമ്പാദിക്കാം എന്നുള്ള വീഡിയോ സീരീസിൻ്റെ 2ാമത്തെ ഭാഗമാണിത്. 1ാമത്തെ ഭാഗം കാണാത്തവർ അത് നിർബന്ധമായിട്ടും കാണണം. ഇത് കണ്ടാലും മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ സീരീസ് കുറച്ചങ്ങ് നീണ്ടുപോകും. ഇതിന് എത്ര ഭാഗങ്ങളുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിലും ഒരു 4-5 ഭാഗങ്ങൾ ഏറ്റവും കുറഞ്ഞതുണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടാം. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ടാണ് ഇതിലേക്കുള്ള ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതിന് സ്ട്രാറ്റജി ഉണ്ട്. അതായത് സ്ഥിരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ, ഇതിൻ്റെ സ്ട്രാറ്റജി എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാത്തിനും തന്നെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അവസാനം വന്ന കുറച്ച് കമൻറ്റുകൾ റിപ്ലൈ തരാൻ സാധിച്ചിട്ടില്ല കേട്ടോ. അത് ഇന്ന് തരും. ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തതിന് ശേഷം തരും. അതുവരെയുള്ളത് എല്ലാം നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന ഷെയർ കയറുമോ ഇല്ലയോ എന്നുള്ള അതല്ലാതെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ നെഗറ്റീവ് കമൻറ്റുകൾ കുറവാണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. ഇത് കണ്ടോ, സമയം കൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ ഓരോരുത്തർ ഇട്ടിട്ടുണ്ട്. നോ ഇഷ്യൂ. സീരിയസ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോസ് എന്തായാലും ഉപകാരപ്പെടും. എനിക്കത് ഉറപ്പാണ്. കാരണം ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ETF മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട. ഏകദേശം 180 മുകളിൽ ETF ഉണ്ട്. 180 മുകളിൽ. ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ETFകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റ് ETFകൾ ഒഴിവാക്കിയൊന്ന്. അപ്പോൾ നമുക്ക് നിഫ്റ്റി ബീസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിഫ്റ്റി ബീസിൻ്റെ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നിഫ്റ്റി ബീസും ബാങ്ക് ബീസും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിൽ സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള സ്ട്രാറ്റജികളുമുണ്ട്. ഒരു സ്ട്രാറ്റജി അല്ല, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കമൻറ്റിലേക്ക് നമ്മൾ പോയതിന് പ്രധാനപ്പെട്ട കാരണം മലയാളി 2052 എന്ന ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന സ്ക്രീനർ ഡോട്ടിലാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന സ്ക്രീനർ അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻട്രി ചെയ്യാൻ ഒരു സ്ക്രീനർ, എക്സിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രീനർ. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ, അതായത് 2000 രൂപ ദിവസേന എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ സമ്പാദിക്കാമെന്നുള്ള വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ, അതായത് ഇതിന് ലാസ്റ്റ് ചെയ്ത വീഡിയോ, ഇതിന് മുമ്പ് ചെയ്ത വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനർ വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഒറ്റ നോട്ടത്തിൽ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീനറിൽ ഉപയോഗിച്ചോളൂ. എന്നിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയാം. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കമൻറ്റ് സെക്ഷൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ചില സ്റ്റോക്കുകളൊക്കെ, റെക്കമെൻഡേഷൻ അല്ല, ലോങ് ടൈമിനൊക്കെ പറ്റിയ നല്ല സ്റ്റോക്കുകളാണ്, അങ്ങനെ നമ്മൾ കമൻറ്റ് ഇടാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ടാറ്റ പവർ കൊടുത്തിരുന്നു. ടാറ്റ പവർ നിങ്ങൾക്കറിയാം, നല്ല കമ്പനിയാണ്. പ്രൈസ് ആക്ഷൻ അനുസരിച്ച് അതിലൊരു ബൈ വന്നായിരുന്നു. 391 രൂപയ്ക്കാണ് ബൈ വന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 420ൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളത് അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലുള്ള, അത് ഫ്രീ ആണ്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ കിട്ടും. എല്ലാ ദിവസവും ഇല്ലെങ്കിലും 2-3 ദിവസം കൂടുമ്പോഴൊക്കെ കിട്ടും. നിങ്ങൾക്ക് അത് സ്റ്റഡി ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മളതൊരു ബൈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, അതൊരു സോഷ്യൽ സർവീസ് എന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കോഴ്സിൻ്റെ കാര്യമാണ്. ഒരുപാട് പേര് കുറേ നാളായിട്ട് കോഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് ബാച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ സിലബസ് നമ്മൾ ഡിസംബറിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിലബസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം. സിലബസ് പറഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ സമയം കളയുന്നില്ല. പ്രധാനമായിട്ടും ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സ്റ്റോക്ക് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ETF കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സ്റ്റോക്കിലാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്ക് പിക്ക് ചെയ്യാനായിട്ട് അറിയില്ല ആളുകൾക്ക്. ഈ കോഴ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ക്യാൻഡിൽസ്റ്റിക്ക് തൊട്ട് എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. എന്തായാലും താല്പര്യമുള്ളവർ ആ സിലബസ് ഒന്ന് കണ്ടു നോക്കുക, സിലബസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കിട്ടാത്തവർക്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. വാട്സപ്പ് നമ്പർ കൂടി കൊടുക്കുന്നുണ്ട്. കോഴ്സിൻ്റെ ഒരു എൻക്വയറിക്ക് വേണ്ടിയാണ് അത് കൊടുക്കുന്നത്.
അതുപോലെ അതിൻ്റെ ഫീസ് പലരും ഭയങ്കര ഫീസാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഒരു വലിയ ഫീസ് അങ്ങനെ മേടിച്ച് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഒരാളെന്നോട് ചോദിച്ചത് 25,000-30,000 രൂപ ഫീസ് ആവില്ലേ എന്നാണ് ചോദിച്ചത്. അത്രയൊന്നുമില്ല. അതിൻ്റെ 10% മാത്രമേ ഉള്ളൂ. 2,999 രൂപയാണ് നമ്മൾ ഫീസ് മേടിക്കുന്നത്. ഒരു മാസത്തേക്കാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്. ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റും. അതായത് ഫുൾ ടൈം ഇരുന്നങ്ങ് പഠിക്കുമല്ല, ഒരു ദിവസം ഒരു 1/2-3/4 മണിക്കൂർ മാറ്റി വെക്കുക. അങ്ങനെ ദിവസം മാറ്റി വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റും. അതിന് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഗ്രൂപ്പിൽ ചർച്ചകൾ നടത്താം. ഡൗട്ടുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട്, കോഴ്സിനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പഠിക്കാനായിട്ട് ടോപ്പിക്കുകൾ തരും. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഫസ്റ്റ് ETF നമ്മൾ കിടക്കുകയാണ്. HDFC നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ETF ആണ് നമ്മുടെ ഫസ്റ്റ് ETF. ഇത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് മാത്രമേ വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ 62.62% ഇത് നമ്മൾ നമ്മുടെ ബ്രോക്കിംഗ് ഫേമിൽ അടിച്ചു കൊടുക്കേണ്ടത് HDFC SML 250 എന്നാണ്. ഇവിടെ NSEയുടെ പേര് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ ETF വാങ്ങാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല റിട്ടേൺ ഉണ്ട്. ഇത് സ്മോൾ ക്യാപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പ് മാത്രം പോരാ, സ്മോൾ ക്യാപ്പ് വേണം, ലാർജ് ക്യാപ്പ് വേണം, മിഡ് ക്യാപ്പ് വേണം. ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തീമാറ്റിക് ഫണ്ടുകളുണ്ട്, സെക്ടോറിയൽ ഫണ്ട് എന്നും പറയും. അതിനൊരു ഉദാഹരണം ഇൻഫ്രാ ബീസ്, IT ബീസ്, ഫാർമ ബീസ്, ഇതെല്ലാം അതിന് ഉദാഹരണമാണ്. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിന് പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. ചില സമയങ്ങളിൽ ഫാർമ സെക്ടർ ഭയങ്കരമായിട്ട് ബുള്ളിഷായിരിക്കും അല്ലേ? ആ സമയത്ത് നമ്മൾ ഫാർമ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ വളരെ ലെങ്തി ആയി പോകും. എന്നാൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും, ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ETFകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ട്രേഡ് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇൻവെസ്റ്റും ചെയ്യാം, ട്രേഡും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക, അങ്ങനെയാണ്. ഇനി നിങ്ങൾക്കിത് കുറച്ച് ക്വാണ്ടിറ്റി കുറേ ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ അത് മേടിച്ചിടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സീരീസിൻ്റെ ലക്ഷ്യം സ്ഥിരമായിട്ടൊരു പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജി കൂടി പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. 2,000 രൂപ എല്ലാവരും ബുക്ക് ചെയ്യണമെന്നില്ല. ക്യാപിറ്റൽ കുറഞ്ഞവർക്ക് ഒരു 500 രൂപ ബുക്ക് ചെയ്യാൻ പറ്റിയാലും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ETF ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ സ്റ്റോക്കുകളിൽ നമ്മൾ പെട്ടു എന്ന് വിചാരിച്ചു, മിക്കവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? നമ്മുടെ ഒരു കുറ്റം കൊണ്ട് മാത്രമായിരിക്കില്ല സ്റ്റോക്കുകളിൽ നമ്മൾ പെടുന്നത്. അതിനൊരു ഉദാഹരണം നമ്മുടെ മേധാന്ത എന്നൊരു സ്റ്റോക്കാണ്. കമൻറ്റ് സെക്ഷനിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോങ് ടൈമിലേക്ക് പറഞ്ഞ ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് അവർ നിശ്ചയിക്കുന്ന ഫീസുകളുണ്ടല്ലോ, പല ഹോസ്പിറ്റലുകളും പല ഫീസാണ്. അപ്പോൾ ഈ ഫീസുകൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ഒരു വിശദീകരണം ഹോസ്പിറ്റലുകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത് ഒരേപോലെ ആക്കിക്കൂടെ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ചികിത്സയ്ക്ക് ഇത്രയാണ് ഫീസ്, അങ്ങനെ ഒരു യൂണിക് ഫീസ് കൊണ്ടുവന്നുകൂടെ എന്നുള്ള ഒരു സംഭവം, ഒരു ന്യൂസ് അങ്ങനെ പുറത്തു വന്നു. അതോടുകൂടി ഹോസ്പിറ്റൽ സ്റ്റോക്കുകളെല്ലാം ഇടിഞ്ഞു. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല. പക്ഷേ നമ്മൾ പറഞ്ഞതിന് ശേഷം, ഒരുപാട് കയറിയതിന് ശേഷമാണ് കുറച്ച് താഴേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ ഈ ന്യൂസിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ആളുകൾ പെട്ട് കാണില്ല, ലാസ്റ്റ് വാങ്ങിയവരെ പെട്ട് കാണുള്ളൂ. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, നല്ല രീതിയിൽ 10-50% നമ്മൾ കയറുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കൊരു 10-15% ലോസിലാണെങ്കിൽ പോലും, ലോസല്ല പ്രോഫിറ്റ് കുറഞ്ഞാൽ പോലും നമുക്കതിൽ വിറ്റുമാറാൻ പറ്റും. പക്ഷേ എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പോൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങി പെട്ടെന്ന് നാളെ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയും നമ്മൾ പെടും. ഷുഗർ സെക്ടറിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോക്കുകളിൽ പെട്ട് കഴിഞ്ഞാൽ ആ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ETF ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏകദേശം ഒരു 180 ETFകളുണ്ട്. ഓരോ ഘട്ടത്തിലും നമ്മൾ ഓരോന്നിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 10-20 ETFകൾ ഒരുമിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാം. ഓൾറെഡി എൻ്റെ കയ്യിൽ അതുണ്ട്. ഇതിലൊരു നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരിക്കലും പെടില്ല. സ്റ്റോക്കിൽ ഇപ്പോൾ എല്ലാ സ്റ്റോക്കിലും അങ്ങനെ വരില്ലല്ലോ. നമ്മളൊരു 10 സ്റ്റോക്ക് എടുത്താൽ നമുക്കൊരു 8 സ്റ്റോക്കിലും പ്രോഫിറ്റ് സാധാരണഗതി കിട്ടുന്നുണ്ട്. അത് നന്നായിട്ട് പഠിച്ച് ചെക്ക് ചെയ്തെടുക്കുന്നവർക്കാണ് അങ്ങനെ കിട്ടുക. അല്ലെങ്കിൽ 10 എടുത്ത് കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞായിരിക്കും വരിക. ഓക്കെ, നോർമലി ഒരു 2 സ്റ്റോക്കിൽ പെടാറുണ്ട്. 10 എടുക്കുമ്പോൾ 2 സ്റ്റോക്ക് ലോസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ETF സ്ട്രാറ്റജി വന്നത്. അപ്പോൾ ആ 2 സ്റ്റോക്കിൻ്റെ ലോസ് നമുക്ക് ETF കൂടെ കവർ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ബാക്കി 8 സ്റ്റോക്കുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, ETF നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അങ്ങനെ നമുക്കിത് റീബാലൻസ് ചെയ്തുകൊണ്ട് പോകാം, പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്തുകൊണ്ട്. അത് നിങ്ങളുടേതായ ഐഡിയകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, എനിക്കറിയാൻ വേണ്ടിയാണ്.
മാത്രമല്ല മറ്റുള്ളവർക്കും അത് ഉപകാരമാകുമല്ലോ. അതേപോലെ ഞാൻ എപ്പോഴും പറയാത്ത ഒരു കാര്യമുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ടെക്നോളജി എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ യൂട്യൂബ് നിങ്ങൾക്ക് കാണിച്ചു തരും, യൂട്യൂബിൻ്റെ അൽഗോരിതം കാണിച്ചു തരും. അപ്പോൾ ഞാനും സാധാരണഗതിയിൽ വീഡിയോ അങ്ങനെ ലൈക്ക് ചെയ്യുന്നത് നമ്മൾ ഓർക്കാറില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകൾ വരുന്ന വീഡിയോകൾ ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെയുള്ള കണ്ടൻറ്റുള്ള മറ്റ് വീഡിയോസ് വരും. മാത്രമല്ല ചിലപ്പോൾ വീഡിയോയ്ക്ക് റീച്ചും കൂടുതൽ കിട്ടിയേക്കാം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക്. അപ്പോൾ ഇത് രണ്ടു പേർക്കും ഗുണമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ലൈക്കൊന്ന് ചെയ്തേക്കൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും HDFCയുടെ ഈ ഒരു സ്മോൾ ക്യാപ്പ് ETF തിരിച്ചു വരാം. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. ഇതൊരു മ്യൂച്വൽ ഫണ്ടാണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുള്ളൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല എങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു 5-6 ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്ന് ഒരാൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻ്റ് അല്ല, എനിക്ക് വാട്സപ്പിലാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് സ്ട്രാറ്റജി ഉണ്ട്, വ്യക്തമായ സ്ട്രാറ്റജിയോട് കൂടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷേ തുടക്കക്കാരത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു ഡിമാറ്റ് അക്കൗണ്ട് മതി നിങ്ങൾക്ക്. ഒരേ സാധനം തന്നെ പ്രൈസ് ആവറേജ് ആകാതെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. അതിനൊരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. ആ തുടക്കക്കാരത് ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോൾ സാധാരണ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് വാങ്ങുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ ഈ വീഡിയോ സീരീസിൽ ഞാൻ ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ പ്രോഫിറ്റ് കൂട്ടും, കൂടുതൽ എൻട്രി എക്സിറ്റുകൾ നമുക്ക് പോസിബിൾ ആവും. അതിന് വേണ്ടിയിട്ടാണ് പലതും ഉപയോഗിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ETF-ൻ്റെ എക്സ്പെൻസ് റേഷ്യോ നമുക്കറിയണം. എക്സ്പെൻസ് റേഷ്യോ 0.2% ആണ്. വളരെ ചെറിയ എക്സ്പെൻസ് റേഷ്യോ. ഇതാണ് ETF-കളുടെ ഒരു പ്രത്യേകത. എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. നോർമലി എക്സിറ്റ് ലോഡ് ഉണ്ടാകാറില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന് എക്സിറ്റ് ലോഡൊന്നുമില്ല. നോർമലി എക്സിറ്റ് ലോഡ് ഉണ്ടാവാറില്ല. ഞാൻ ചെക്ക് ചെയ്ത ഒന്നിലും കണ്ടിട്ടില്ല. ഈ പറയുന്ന 0.2% ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് പോകൂലേ. അപ്പോൾ അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ ലാഭം ബുക്ക് ചെയ്യാനായിട്ട്. ഞാൻ നോർമലി മേടിക്കുന്നത് ഒരു 25,000 രൂപയ്ക്കാണ് ഒരു സിംഗിൾ ETF മേടിക്കുക. 50,000 രൂപയ്ക്ക് മേടിച്ചതുകൊണ്ട്, 1,00,000 രൂപയ്ക്ക് മേടിച്ചതുകൊണ്ട്. അങ്ങനെയും മേടിക്കുക. അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് മേടിക്കുക. നമുക്കൊരു 5% ലാഭം കിട്ടിയാൽ മതി. ഈ എക്സ്പെൻസ് റേഷ്യോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 5%, 6%, 7% അങ്ങനെ നമുക്ക് ലാഭം വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. വീണ്ടും അന്നത്തെ ദിവസം മേടിക്കുന്നില്ല, അടുത്ത ദിവസം വീണ്ടും നമ്മൾ ആ ETF മേടിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകാം. ഇനി ലോങ് ടൈമിലേക്ക് വെക്കുന്നവർക്ക് അത് വെക്കാം. നമുക്ക് സ്ഥിരമായ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിൽ നമ്മളൊരു 5% മുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്മോൾ ക്യാപ്പിൽ ETF-കൾ കുറവാണ്, എന്നാൽ ലാർജ് ക്യാപ്പിൽ കൂടുതലുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ETF-കൾ, അതായത് ഒരേ കാറ്റഗറിയിലുള്ള ഒന്നിൽ കൂടുതൽ ETF-കൾ മേടിക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എല്ലാം ഒറ്റയടിക്ക് തലയിലേക്ക് കയറ്റണ്ട. പിന്നെ ഇതിൽ പിരമിഡിങ് ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഒരു ETF മേടിച്ച് അത് 2-3% ലാഭത്തിലാകുമ്പോൾ വേറെ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ അതേ അക്കൗണ്ടിൽ തന്നെ അതേപോലെയുള്ള അതേ കാറ്റഗറിയിലുള്ള ഒരു ETF മേടിക്കുന്ന മെത്തേഡും, അതുകൂടാതെ ആവറേജ് ചെയ്യുന്ന മെത്തേഡും. ആവറേജ് ചെയ്യുക എന്ന് വെച്ചാൽ ആവറേജ് ചെയ്യുന്നതിന് കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. അതും നമുക്ക് മറ്റ് വീഡിയോകളിൽ ഉൾപ്പെടുത്താം. നിലവിൽ നിങ്ങൾ ആ പ്രോബ്ലം ബോദർ ചെയ്യേണ്ട, ആവറേജ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഈ ETF-കളിൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ നമ്മളിത് കണ്ടു. ഒരു വർഷം ആയിട്ടുള്ള ETF വന്നിട്ട് 100 രൂപയ്ക്ക് താഴെയായിരുന്നു ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ 5 വർഷത്തെ എടുത്തു കഴിഞ്ഞാലും ഇതേ ചാർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് 90 രൂപ സംതിങ് നമുക്കിവിടെ കാണാൻ പറ്റും. 2023 ഫെബ്രുവരിയിൽ ഏതാണ്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഈ ഒരു ETF വന്നിട്ട്. റിട്ടേൺ എന്ന് പറയുന്നത് ഈ 64% സംതിങ് % നമുക്കിവിടെ കാണാം. ഇത് 5 വർഷത്തെ റിട്ടേൺ കാണിക്കുന്നത് 5 വർഷത്തെ അല്ല, ഒരു വർഷത്തെ തന്നെ റിട്ടേൺ ആണ്. 5 വർഷത്തെ ചാർട്ട് നമുക്ക് അവൈലബിൾ അല്ല, കാരണം വന്നിട്ടില്ല. ഇപ്പോൾ ഈ 5 വർഷം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെയുള്ള റിട്ടേൺ ആണ് അവിടെ കാണിക്കുക. 2023 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം 100 രൂപ അല്ല 90 രൂപ ആ റേഞ്ചിലായിരുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന 149 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ്. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഈ ഒരു റിട്ടേൺ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. എന്നാൽ ഓവറോൾ നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ മാർക്കറ്റ് ഒരു ഹൈയിലാണ് നിൽക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഇപ്പോൾ നേരിടുന്നുണ്ട്. ഈ സമയങ്ങളിൽ വാങ്ങാം. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കിയാൽ അത് മുന്നോട്ട് പോകുന്നില്ല. അത് കുറച്ച് നാളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് സെബി അവരുടെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ, എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ അവിടെ എക്സിറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ള അതിൻ്റെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം സ്മോൾ ക്യാപ്പ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒറ്റ ETF മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇത്
ഇത് പക്ഷേ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഇത് മുകളിലേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല നമുക്ക് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ആവറേജ് ചെയ്യുന്ന കൺസെപ്റ്റിലാണെങ്കിൽ ഒരു 5% ഇടിയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മേടിക്കാം, ആവറേജ് ചെയ്യാം. വലിയ പേടിക്കാതെ നമുക്ക് മേടിക്കാൻ പറ്റും. വീണ്ടും 5% ഇടിയുമ്പോൾ നമുക്ക് ആവറേജ് ചെയ്യാം. അങ്ങനെ എത്ര ശതമാനം ഇടി, എത്ര 5% ഇടി, മാക്സിമം നമുക്കൊരു വേഴ്സ് സിനാരിയോ എന്ന് വെച്ചാൽ ഒരു 20% ഇടിയൊന്നും പ്രതീക്ഷിക്കാം. 20 ഇടിയല്ല, എന്നാലും 20% ഇടിഞ്ഞാലും നമ്മുടെ കയ്യിൽ വാങ്ങാൻ പൈസ ഉണ്ടായാൽ മതി, കുഴപ്പമില്ല. ഇത് വിവിധ അക്കൗണ്ടുകളിൽ വാങ്ങുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് ആവറേജ് എന്ന രീതിയിൽ ചെയ്യാൻ കുഴപ്പമില്ല. വിവിധ അക്കൗണ്ടുകളിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഇടിഞ്ഞ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറുന്ന വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ 5% താഴേക്ക് പോകുമ്പോൾ നമ്മൾ വിവിധ അക്കൗണ്ടുകളിലാണ് മേടിച്ചത്. അങ്ങനെയാണെങ്കിൽ അവസാനം മേടിച്ച് വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ലാഭം വരും. അപ്പോൾ ആ ലാഭം എന്ത് ചെയ്യാം, എടുക്കാം, നമുക്ക് വിറ്റിട്ട് എടുക്കാം. പിന്നെയും മാർക്കറ്റ് കുറച്ച് താഴേക്ക് പോയി എങ്കിൽ ഒറ്റയടിക്ക് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുമല്ലോ, പിന്നെയും താഴേക്ക് പോയെങ്കിൽ വീണ്ടും ആ അക്കൗണ്ടിൽ തന്നെ വാങ്ങാം, അന്നല്ല അടുത്ത ദിവസങ്ങളിൽ വാങ്ങാം. അപ്പോൾ ഈ താഴെ ഉള്ളത് അത് വളരെയധികം പെട്ടെന്ന് അതിൽ നിന്ന് ലാഭം കിട്ടും. എന്നാൽ മുകൾ ലെവലിൽ നിന്ന് വാങ്ങിയത്, ഫോർ എക്സാമ്പിൾ ഇവിടെ 150 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയെന്ന് വെച്ചോ, ഇത് ഇടിഞ്ഞ് ഒരു 120 പോയി. അപ്പോൾ 120 നിന്ന് 125 വളരെ ഫാസ്റ്റായിട്ട് പോകും. അപ്പോഴും നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് സെപ്പറേറ്റ് കൊടുക്കാനാണ് വിവിധ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വിശദമായിട്ട് ഞാൻ വരച്ചും കുറിച്ചും ഒക്കെ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത്. അപ്പോൾ 120 നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, 125 കൊടുത്തു. 125 അത് 5% ഒരു 126, 127 അങ്ങനെയാണ്. അതിൽ നമ്മൾ കൊടുത്തു. വീണ്ടും അത് 120 വന്നു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വന്നു. വീണ്ടും നമുക്ക് 120 മേടിക്കാം. വീണ്ടും അതീ പറയുന്നു 127, 128 ലെവലുകളിൽ കൊടുക്കാം. അങ്ങനെ ഒരു അക്കൗണ്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ 150 നമ്മൾ മേടിച്ച് അവിടെ കിടക്കുകയും ചെയ്യും. ഇതെന്തെങ്കിലും 150ൻ്റെ മുകളിൽ ക്രോസ് ചെയ്ത് പോകുമ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കളിച്ച് പിന്നീട് അത് മുകളിലേക്കും കയറിപ്പോവും. മാർക്കറ്റ് മൊത്തത്തിൽ ബുള്ളിഷാണല്ലോ. അപ്പോൾ താഴെയുള്ള ലെവലിലും നമുക്ക് ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാണ് വിവിധ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആവറേജ് പ്രൈസായി കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആവറേജ് പ്രൈസ് 140 എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു 135 എന്ന് വിചാരിച്ചു. 120 നിങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ 135ൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ലാഭം കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു അക്കൗണ്ടിൽ തന്നെ നമ്മളിങ്ങനെ ആവറേജ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണത്. നമ്മൾ ഈ 150, 140, 130, 120 മേടിച്ച് കഴിഞ്ഞാൽ ആവറേജ് ഇതിനാണ് മേടിക്കുന്നതെങ്കിൽ ഏകദേശം ആവറേജ് പ്രൈസ് 135 ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കയറണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി നമുക്ക് അടുത്ത ETF ഏതാണെന്ന് നോക്കാം. അടുത്ത മിഡ് ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETF ആണ് നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 എന്ന് പറയുന്ന ETF ആണ്. ഇതിൻ്റെ ഷോർട്ട് ഫോം NSEയുടെ പേര് മിഡ് 150 ബീസ് എന്നാണ്. നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ അടിച്ചു കൊടുക്കേണ്ടത് മിഡ് 150 ബീസ് എന്നാണ്. ഇത് മിഡ് ക്യാപ്പ് ETF ആണ്. ഇതിൻ്റെ ഒരു റിട്ടേൺ, ഒരു വർഷത്തെ റിട്ടേൺ 56.61%. നല്ല റിട്ടേൺ അല്ലേ? അപ്പോൾ ഇടിയുന്ന സമയങ്ങളിലൊക്കെ മേടിക്കാനും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജി കൂടെയാണെങ്കിൽ നമുക്ക് ഇതായിരിക്കില്ല പ്രോഫിറ്റ്, ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിപ്പെൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം, എന്നാലും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ട്രാറ്റജികൾ മാത്രമായിട്ട് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ETFകൾ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഓരോന്നിലുള്ള സ്ട്രാറ്റജികൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സ്റ്റോക്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം നേരിട്ട് കഴിഞ്ഞാൽ ETF-ലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും. ആ പ്രോബ്ലം സോൾവ് ആയി കഴിയുമ്പോൾ ETF-ലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് സ്റ്റോക്കിൽ കൂട്ടും. ഇപ്പോൾ ഒരു 8%, 10% പെട്ടെന്ന് ലാഭം കിട്ടണമെങ്കിൽ എന്താണ്, സ്റ്റോക്കിലേക്ക് കിട്ടും. ETF-ൽ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എമൗണ്ട് എത്ര ആയിക്കോട്ടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു ടാർഗറ്റ് ഞാൻ 20,000 വെച്ചാണ്, എനിക്കതിപ്പോൾ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 2,000 വെച്ചെന്നേ ഉള്ളൂ. അത് 500 ആണെങ്കിലും 100 ആണെങ്കിൽ പോലും നോ ഇഷ്യൂ. അപ്പോൾ 100 ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രവുമല്ല, വേറെ ഒരു സ്ട്രാറ്റജി, ഇതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുമല്ലോ. ഈ ലാഭം റിസ്ക് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഏത് ട്രേഡും ചെയ്യാം, ഇൻട്രാഡേ ഓപ്ഷൻ ഏതും ചെയ്യാം. അങ്ങനെയേ ചെയ്യാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നഷ്ടം വരില്ല. ഇതിൽ കിട്ടുന്ന ലാഭം റിസ്ക് ആയിട്ട് എടുത്തുകൊണ്ട്. മാത്രവുമല്ല, ഇതിൽ നമുക്ക് ഫണ്ട് കൂടുതൽ ഇടാനായിട്ട് സാധിക്കും, വിഷയമൊന്നുമില്ല. അപ്പോൾ കുറേ അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് പല പല അക്കൗണ്ടുകളിലായിട്ടിടാം. ഇനി ഒരുമിച്ചിടുന്നവർ അങ്ങനെ ചെയ്തോളൂ, വിഷയമില്ല. പക്ഷേ കൂടുതൽ ഫണ്ട്, ഇപ്പോൾ സ്റ്റോക്കിലേക്ക് നമുക്കൊരു വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 1 ലക്ഷം രൂപ ഒരു സ്റ്റോക്കിലേക്ക് ഇടണമെങ്കിൽ നമുക്കൊരു പേടിയാണ്.
കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫണ്ടാകുമ്പോൾ ETF കാര്യങ്ങളാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല. താഴേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്ട്രാറ്റജി ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നമ്മുടെ കയ്യിൽ സ്ട്രാറ്റജി ഉണ്ട്. ഒരു 5% മുകളിൽ പ്രോഫിറ്റ് 5% ബുക്ക് ചെയ്താലും മോശമൊന്നുമില്ല. ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. 5% തൊട്ട് ചെയ്യും, അതിൻ്റെ താഴേക്ക് ചെയ്യാറില്ല. അപ്പോൾ ഒരു 5% ഒക്കെ കിട്ടണമെങ്കിൽ ഒരു 25,000 രൂപയ്ക്കാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു 1,250 രൂപ. ഓക്കെ, നമുക്കൊരു 200 രൂപ എക്സ്പെൻസ് പോയാലും നമുക്ക് 1000 മുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. 200 പോവില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ETF പഠിച്ചു, മിഡ് 150 ബീസ് എന്ന് പറയും. ഇതിൽ മിഡ് ക്യാപ്പ് കമ്പനികളാണ് ഉള്ളത്. അപ്പോൾ സ്മോൾ ക്യാപ്പിൻ്റെ ഒരെണ്ണം നമുക്ക് കിട്ടി, മിഡ് ക്യാപ്പിൻ്റെ ഒരെണ്ണം നമുക്ക് കിട്ടി. എക്സ്പെൻസ് റേഷ്യോ നോക്കാം, 0.21% എക്സ്പെൻസ് റേഷ്യോ. അതുപോലെ തന്നെ 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 56%. 5 വർഷത്തെ ഡേറ്റ അവൈലബിൾ അല്ല. മാക്സിമം റിട്ടേൺ ഡേറ്റ വരും കേട്ടോ, ലോഡാകാനുള്ള താമസം ഇപ്പോൾ വന്നു. ഇതും ഈ പറയുന്ന പോലെ 2022 മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 101 രൂപയെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 185 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ 78% റിട്ടേൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എക്സ്പെൻസ് റേഷ്യോ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, 0.21%. കാറ്റഗറി ആവറേജിനെ കഴിഞ്ഞ് കുറവാണത്. വലിയൊരു എക്സ്പെൻസ് റേഷ്യോ കാര്യങ്ങളൊന്നും അല്ല. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ETF-ലേക്ക് പോവാം. നിഫ്റ്റി നെക്സ്റ്റ് 50 ETF ആണ്. നിഫ്റ്റി നെക്സ്റ്റ് 50 ETF. നെക്സ്റ്റ് 50 എന്ന് അടിച്ചാൽ മതി കേട്ടോ, അപ്പോൾ കിട്ടും. അതായത് ഈ ഒരു സംഭവം നെക്സ്റ്റ് 50 എന്ന് നമ്മൾ ഡിമാറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ETF കിട്ടും. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ 58%. 1 ഇയർ റിട്ടേൺ. ഇത് എത്ര നാളായി വന്നത് എന്ന് നമുക്ക് നോക്കാം. കുറേ നാൾ മുമ്പുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ്, ഇത് ഇൻഡെക്സ് ആണ്, ഇതൊരു ETF അല്ല. ഇതൊരു ഇൻഡെക്സാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ETF ഉണ്ട്. അത് താഴെ എവിടെയെങ്കിലും കാണിക്കുമെന്ന് നോക്കാം. ഗ്രോയിലൊന്ന് കയറി നോക്കാം. ICICI Prudentiality ആണ് നെക്സ്റ്റ് 50. ഇതിൻ്റെ ഒരു 1 ഇയർ റിട്ടേൺ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇവിടെ കാണുന്നുണ്ട് 11.96%. ഇത് മാറുന്നില്ല കേട്ടോ. മറ്റൊരു സംഭവം എടുത്ത് നോക്കാം. നമ്മൾ വാല്യൂ റിസർച്ച് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറി SBIയുടെ നെക്സ്റ്റ് 50 ഉണ്ട്. നമുക്കതിലൊന്ന് നോക്കാം. 1 ഇയർ റിട്ടേൺ ഇവരെവിടെയും എഴുതി കാണിക്കുമോ? താഴെ ഉണ്ടാവും. ഒരേ കാറ്റഗറിയിൽ വിവിധ കമ്പനികളുടെ ETFകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. 1 ഇയറിൽ നല്ല രീതിയിൽ ചാർട്ട് കാണിക്കുന്നുണ്ട്. ആ റിട്ടേൺ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോഴത്തെ പ്രൈസ് 634 രൂപ, 640 രൂപ. 1 ഇയർ ചാർട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല രസത്തിൽ പോകുന്നുണ്ട്. 3 ഇയർ റിട്ടേൺ 20.3% നമുക്കിവിടെ കാണുന്നുണ്ട്. 1 ഇയർ 57.85%. നല്ല റിട്ടേൺ ഉണ്ട് 1 ഇയർ റിട്ടേൺ. അപ്പോൾ SBIയുടെ ആണ് നെക്സ്റ്റ് 50 ETF. അതുപോലെ ഒരു നമുക്ക് 1 ഇയർ മാറ്റിയിട്ട്, കാരണം 5 ഇയർ ആയി കാണില്ല ഇത് വന്നിട്ട്, അതുകൊണ്ടായിരിക്കാം അന്നേരം കുറവ് കിട്ടുന്നത്. പിന്നീട് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പറയുന്ന 50 അല്ലെങ്കിൽ 60% കിട്ടണമെന്നില്ല. അപ്പോൾ താഴേക്ക് വരുമ്പം മേടിക്കാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നമ്മുടെ കയ്യിൽ സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ട് നോ ഇഷ്യൂ, നമുക്ക് പ്രശ്നമില്ല. നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 2021 ഈ ETF ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ICICI Prudentialന്റെ നെക്സ്റ്റ് 50 ഉണ്ട്. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.10% ആണ്, 10 പൈസ. വളരെയധികം എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഇതാണ്. ഇതേപോലെ തന്നെ ഇതേ ഒരു ETF ആണ് ജൂനിയർ ബീസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കിയോളൂ. ഞാൻ ഒരേ കാറ്റഗറിയിലുള്ള 2 ETFകൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് 50 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 50 കഴിഞ്ഞിട്ടുള്ള അടുത്ത 50 കമ്പനികൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റി 50 അല്ല, നിഫ്റ്റി 50-ലുള്ളത് നിഫ്റ്റി ബീസ് ആണ്. അത് മിക്കവർക്കും അറിയാവുന്നതാണ്. നമ്മൾ തന്നെ വീഡിയോ പണ്ട് മുതലേ ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി റിട്ടേൺ കുറവാണ്, അതുകൊണ്ട് ആണ് നമ്മൾ ഇത് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ നിഫ്റ്റി 50-ൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. കുറച്ചും കൂടെ നല്ല റിട്ടേൺ നെക്സ്റ്റ് 50 തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് 50 ഉൾപ്പെടുത്തുന്നത്. ഇതൊരു ലാർജ് ക്യാപ്പാണ് കേട്ടോ. ഇക്വിറ്റി ലാർജ് ക്യാപ്പാണ്, വലിയ കമ്പനികളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പ് കണ്ടു, അതുപോലെ മിഡ് ക്യാപ്പ് കണ്ടു, അതുപോലെ തന്നെ നമ്മളിവിടെ ലാർജ് ക്യാപ്പും കണ്ടു. അപ്പോൾ നെക്സ്റ്റ് 50 നിങ്ങൾ അടിച്ചാൽ മതി, നിങ്ങളുടെ ബ്രോക്കിംഗ് ഫേമിൽ ഈ ഒരു ETF വരും. ഇത് പല കമ്പനികൾ ഇതേ കാറ്റഗറിയിലുള്ള ETFകൾ ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് പല കമ്പനികളിലായിട്ട് കാണിക്കുന്നത്. ICICIക്കുണ്ട്, SBIക്കുണ്ട്, അതുപോലെ ജൂനിയർ ബീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു. എല്ലാം ഒരേ സാധനം തന്നെ. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന 3 ETFകളാണ്. ഇതിൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ നഷ്ടസാധ്യത തീരെ ഇല്ലെന്നും നമുക്ക് മാർക്കറ്റിൽ പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ പോലും ആ ഒരു സാധ്യത നിലനിൽക്കുമ്പോഴും നഷ്ടസാധ്യത വളരെ കുറഞ്ഞ, അങ്ങനെ നമുക്ക് പറയാമല്ലോ, വളരെ കുറഞ്ഞ
ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചത്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 3 വരും, 4 വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഇടുക. വളരെ ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വളരെ കുറച്ച് പേര് ആവശ്യപ്പെടുന്നുണ്ട്. അത് സാധ്യമല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ വിശദമായിട്ട് ഇങ്ങനെ പറയുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ കൂടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ട് എങ്കിൽ, ഈ കാര്യത്തിൽ അറിവുണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങൾക്കിത് ലാഗായിരിക്കും. അറിവില്ലാത്തവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അനുഗ്രഹമാണ്, എനിക്കത് ഉറപ്പുണ്ട്. അപ്പോൾ അവരെ കൂടെ പരിഗണിക്കുക. അല്ല നമ്മളിത് ഷോർട്ട് ഫോമിൽ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോയാൽ ശരിക്കും പറഞ്ഞാൽ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആ ഒരവസ്ഥ അല്ലേ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടണം, നിങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു അധ്യാപകനാണ്, എനിക്കതറിയാം. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അല്ല ക്യാച്ച് ചെയ്യേണ്ടത്. ചിലവർക്ക് 2-3 വട്ടമൊക്കെ നമ്മൾ പറയേണ്ടി വരും. അങ്ങനെയും ഉണ്ട്. അതൊന്നും ഒരു തെറ്റോ കുറ്റമോ ഒന്നുമല്ല. അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുകയാണല്ലോ ചെയ്യുന്നത്. കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അതുപോലെ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കും. ഇതിലൊക്കെ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നന്മ കൂടി ചെയ്യണം. കുറച്ച് ദാനവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. സമൂഹത്തിന് നമ്മൾ നന്മ ചെയ്യണം. എന്നാൽ മാത്രമേ ദൈവം നമുക്ക് തരുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഒരു കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതിനെന്താ കുഴപ്പം? വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ അതും ഒരു ഉപകാരം തന്നെയാണല്ലോ. അത് എൻ്റെ മാത്രമല്ല, ഏതും നമ്മൾ മാക്സിമം ആളുകൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഉപദ്രവം ചെയ്യാവുള്ളൂ. ഓക്കെ, അതുകൂടി മനസ്സിൽ വെച്ചേക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോഴ്സിൻ്റെ കാര്യം താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുമുണ്ട്. വാട്സപ്പിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഫീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത്രയും ചെറിയ ഫീസിനാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു ഫീസാണത് മേടിക്കുന്നത്. അത് ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒന്നും ചെയ്യൂല. കുറച്ച് നാൾ കഴിഞ്ഞ്, ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് എന്നോട് ചോദിക്കുന്നവർക്ക് ഞാനിനി ചെയ്യുമ്പം നിങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എപ്പോഴും നമ്മൾ അതിൽ എൻഗേജ് ആയിരിക്കുക എന്നുള്ളത് അത്ര ഇതല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് നാൾ എൻഗേജ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കും. കാരണം ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഓക്കെ. അപ്പം നിരന്തരമായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാച്ച് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഈ വർഷത്തെ ഫസ്റ്റ് ബാച്ചാണ്. കുറേ ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു 10-15 പേരിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ 3ാമത്തെ സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോസൊക്കെ ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം കേട്ടോ. അത് മിക്കവാറും ഈ ആഴ്ച ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം. ഇപ്പോൾ ഒരു 1-2 ദിവസം കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച തന്നെ നമുക്ക് മാർക്കറ്റ് നോക്കിയിട്ട് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ സ്റ്റോക്കുകൾ നമുക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മളത് ചെയ്തിട്ടില്ല. സമയം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാതിരുന്നത്. എന്തായാലും അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ആഴ്ച തന്നെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.